11 വർഷത്തെ പിണക്കം മറന്ന് പെരുന്നയിലെ NSS വേദിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. പെരുന്ന മണ്ണിന്റെ സന്തതിയെന്നും NSSന്റെ പുത്രൻ എന്നുമാണ് രമേശ് ചെന്നിത്തലയെ G. സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത്. മുറിച്ചു മാറ്റാനാകാത്ത ബന്ധമാണ് NSSുമായുള്ളത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ വൈകാരിക പ്രസംഗം. വർഷങ്ങൾക്ക് ശേഷം ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് എത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത് ഊഷ്മള സ്വീകരണം. താക്കോൽ സ്ഥാന പ്രസ്താവനയുടെ പേരിൽ G. സുകുമാരൻ നായരുമായി അകന്ന രമേശ് ചെന്നിത്തല ഇടവേളയ്ക്ക് ശേഷം NSS വേദിയിലെത്തിയത് മന്നൻ ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി. സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അർഹനായയാൾ രമേശ് ചെന്നിത്തലയെന്ന് അകലം മറന്ന് G. സുകുമാരൻ നായരുടെ പ്രസ്താവന. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. വേറൊരു പുത്രൻ അപ്പുറത്തിരിപ്പുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ശൈലിയിലിരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. മന്ത്രി KB ഗണേഷ് കുമാറിനെയും NSSന്റെ പുത്രനെന്നാണ് G. സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത്. നന്ദി പറഞ്ഞായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം. മതനിരപേക്ഷതയുടെ കുലീന ബ്രാൻഡാണ് സുകുമാരൻ നായരെന്ന് രമേശ് ചെന്നിത്തല. മന്നൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനത്തിനുള്ള അവസരം ജീവിതത്തിലെ വലിയ സൗഭാഗ്യം. വൈകാരികമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം. ഞാൻ ഇതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ പുതിയ ചേരിപ്പോരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് NSSന്റെ പിന്തുണ. രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റേതും.